നിങ്ങളോ എന്റെ വീട് കാണാൻ വരിക? എന്നാ പാണക്കാട്ടെ കൊടപ്പരക്കൽ തറവാട്ടിക്കൊന്ന് പോയി നോക്കണോ മക്കളെ? ഞാൻ 2 ചൊവ്വാഴ്ച മുമ്പേ എന്റെ മുനവിറുമോന്റെ അടുത്ത് കുറെ നേരം ഇരുന്നവനാണ്. നിങ്ങൾക്കറിയോ, കാസർകോട്ട് ഭാഗത്തുനിന്ന് വന്ന 3 സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാർ തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ വന്യരായ തങ്ങളുടെ റൂമിന്റെ അകത്തേക്ക് കടന്നിട്ട് വന്യരായ തങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈ 3 പെൺകുട്ടികൾ ശിഹാബ് തങ്ങളുടെ ക്ലോക്ക് ശേഖരം ഇങ്ങനെ പകർത്തുക. ഞാൻ എൻ്റെ ഒപ്പമുള്ള ഒരാളോട് പറഞ്ഞു, ഇങ്ങനെ ഏത് പെരയിലാ പറ്റുക? നമ്മളോടാണ്. നമ്മളകത്തേക്ക് വന്നിട്ട് ഒരാള് നോക്കണം, അകത്തേക്ക് കയറി വരിക, പ്രവർത്തനം ആർക്കും കയറി എപ്പോഴും വരാം. എന്റെ ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോ കാസർകോട്ട് നിന്ന് 3 ചെറുപ്പക്കാര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് പറഞ്ഞൊരു വർത്താനുണ്ട്. എന്താണെന്നറിയോ? പാണക്കാട് എന്ന് കേൾക്കുമ്പോ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഒരുപാട് സെക്യൂരിറ്റി ഗാർഡിന്റെ അകമ്പടിയോടുകൂടി ഇങ്ങോട്ട് വരേണ്ടി വരും, കുറെ ചോദ്യം ചെയ്യലുണ്ടാവും. ഇത്ര സുഖമായിരുന്നോ? എങ്കിൽ ആ മുത്ത് ശിഹാബ് തങ്ങൾ, എന്റെ പൊന്നു തങ്ങള് ഹയാത്തിലുണ്ടാകുമ്പോ ഇങ്ങനെ കിടക്കുന്നതിന്റെ മുമ്പ് ഒന്ന് വരാമായിരുന്നു എന്ന് കാസർകോട്ടെ ചെറുപ്പക്കാരൻ പറഞ്ഞുവെങ്കിൽ സഹോദരന്മാരെ മനസ്സിലാക്കിക്കോ, അങ്ങനെ ഒരു വീടുണ്ട് കേരളത്തിൽ. ഏത് പാതിരാവിലും ചെല്ലാം. പിണറായിയുടെ വീട്ടിക്ക് നട്ടുച്ചക്ക് എല്ലാം പറ്റില്ല, പെട്രോമാക്സ് സെറ്റ്. നട്ടുച്ചക്ക് പെട്രോമാക്സ് സെറ്റ് എല്ലാം പറ്റില്ല. എന്നാൽ ശിഹാബ് തങ്ങളെ വീട്ടിക്ക് പാതിരാവിലെ ഇരുട്ടത്ത് ചെല്ലാം, പാതിരാവിലെ ചെല്ലാം. പൂക്കോയത്തങ്ങളുള്ള കാലത്താണ് കുറെ ആളുകൾ നാദാപുരത്തുനിന്ന് പോയത്. വന്യരായ തങ്ങളുടെ വീടിന്റെ വാതില് മുട്ടി, തങ്ങൾ എണീക്കുന്നില്ല, റാന്തല് കത്തിച്ചാ നൃത്തം. നേരം വെളുത്തു, പൂക്കോയ തങ്ങൾ വാതിൽ തുറന്നു നോക്കിയപ്പോണ്ട് പട്ടാപ്പകൽ റാന്തലുമായി 5-8 ആളുകൾ മുറ്റത്ത്. എന്താ വന്നത്? ഇന്നേരത്ത് റാന്തല് കത്തിച്ച് നൃത്തം. ചോദിച്ചപ്പോ പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ പാതിരാവിലെ വന്നതാണ്. ഒന്ന് വിളിച്ചൂടായിരുന്നോ? വിളിച്ചു. തങ്ങളെ വാതിലിന് മുട്ടി, ബെല്ലില്ലാത്ത കാലത്ത് വാതിലിന് മുട്ടി. ഞാൻ അറിഞ്ഞില്ലട്ടോ, ക്ഷമിക്കണം. അന്ന് വീട്ടുകാരി ബീത്താത്താനെ വിളിച്ചിട്ട് പൂക്കോയത്തങ്ങൾ പറഞ്ഞു, എന്റെ പുല്ലുപായട്ട നേരെ കൊണ്ടുവന്നിട്ട് താഴ്വരയിലിട്ടു. ഇനി എന്നെ എപ്പോഴും വിളിച്ചാ കിട്ടുമെന്ന് പറഞ്ഞ് ജനലും തുറന്നിട്ടു. പിന്നെ വഫാത്ത് വരെ എന്റെ പൂക്കോയത്തങ്ങൾ കിടന്നത് ആ പൂമുഖപ്പടിയിലാണ്. വിളിച്ചാ കിട്ടണം പാതിരാക്ക്. എന്റെ മുത്തു ശിഹാബ് തങ്ങളെ കടലുണ്ടി ഭാഗത്തുനിന്ന് നമ്മുടെ പരപ്പരങ്ങാടി കടപ്പുറം ഭാഗത്തുനിന്ന് അയ്യപ്പൻ ഉൾപ്പെടെ 3 ജീപ്പാളുകൾ പോയി. ശിഹാബ് തങ്ങളുടെ കൊലായിലിരുന്നിട്ട് ഒരുപാട് തവണ ഇവര് പരസ്പരം പറഞ്ഞു, ഇവർക്കൊന്നും എണീക്കാൻ നേരമില്ലെങ്കിൽ നമ്മളെന്തിനാ അങ്ങോട്ട് വന്നത്? വരണ്ടി ഉണ്ടായിരുന്നില്ല. വാതില് മുട്ടും, ബെല്ലടിക്കും. കുറെ കഴിഞ്ഞപ്പോ 1.5 മണിക്കതാ ഒരു വലിയ കാർ ഓടി വരുന്നു. പാണക്കാട്ടെ കൊടപ്പരക്കൽ തറവാട്ടിന്റെ ഗേറ്റിന്റെ ഭാഗത്തെ ആ പ്രത്യേകമായ കമ്പിയിൽ ശബ്ദമുണ്ടാക്കിയിട്ട് കടന്നു വന്ന ആ കാറും ഞങ്ങളെപ്പോലെ ആരെങ്കിലും ആകുമെന്ന് കരുതിയിട്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോഴാ ആ കാറിലുള്ളവരോട് പറയാൻ പോണോ, ശിഹാബ് തങ്ങളൊന്നും മക്കളെ നമ്മൾ വിളിച്ചിട്ട് ഉണർന്നില്ല എന്ന് പറയാൻ നിൽക്കുമ്പോ ആ ഡോറിൽ നിന്ന് കാറിറങ്ങിയത് കേരള മുസൽമാന്റെ കിരീടം വെക്കാത്ത സുൽത്താൻ, കേരളത്തിന്റെ സർവമത സൗഹൃദത്തിന്റെ പ്രതീകമായ നമ്മുടെ കരളിന്റെ കഷ്ടം ശിഹാബ് തങ്ങൾ പാതിരാവിലെ വന്നിറങ്ങാണ്. നമ്മളെ കാര്യത്തിന് പാണക്കാട്ട് ചെന്നപ്പോ ആരാന്റെ കാര്യത്തിന് പാണക്കാട്ടെ തങ്ങൾ പുറത്തു പോയിട്ട് വരിക. പറഞ്ഞതൊക്കെ വേണ്ടില്ലായിരുന്നു എന്ന് തോന്നി. ശിഹാബ് തങ്ങൾ അടുത്തേക്ക് ചെന്നപ്പോ ശിഹാബ് തങ്ങൾ ഡോർ തുറന്ന് നേരെ അകത്തേക്കാണ്. അപ്പോഴും ചിലര് കുശു പറഞ്ഞു, കരയിൽ വന്നിട്ടൊന്നും ശ്രദ്ധിച്ചില്ലല്ലേ? ഇത്ര പ്രസംഗവും എന്തെല്ലാം കഴിഞ്ഞിട്ട് വരിക, അത്ര മസ്ലഹത്ത് കഴിഞ്ഞിട്ട് വരിക. ആലോചിക്കണേ. എന്റെ മുത്തു ശിഹാബ് തങ്ങൾ തങ്ങൾ പിന്നെ കൊണ്ടുവന്നു, കസേരയിലിരുന്നു. അയ്യപ്പൻ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ കടൽക്ഷോഭമാണ്, മീൻ കിട്ടുന്നില്ല, വലിയ പ്രതിസന്ധിയാണ്. ഞങ്ങൾ എത്ര ദിവസമായി കടലിൽ തോണി ഇറക്കിയിട്ട്. തങ്ങളെമ്പുരാൻ അവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണം. ശിഹാബ് തങ്ങൾ ഡയറി മടിച്ചപ്പോ 4 അയലത്തൊരു ഒഴിവില്ല. ഇവരാകെ ദുഃഖിതരായി, നിരാശരായി. ഇനി എന്താ ചെയ്യാ? പരസ്പരം മുഖത്ത് നോക്കിയിരിക്കുമ്പോ വിരല് കടിച്ചിരിക്കുന്ന ശിഹാബ് തങ്ങൾ അകത്തേക്ക് പോയി.
ആളുകൾ കരുതി ഈ ശിഹാബ് തങ്ങൾക്ക് മടുത്തുക്കണ്, നമ്മള് പോകാന്ന്. കുറച്ചാൾക്കാർ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാ മറ്റൊരു കുപ്പായം ഇട്ടിട്ട്, ഇട്ട കുപ്പായം അവിടെ തൂക്കിയിട്ട് എന്റെ ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഇപ്പൊ പോവുക. ആ 2 മണിക്ക് കടപ്പുറത്തേക്ക് വന്നു ശിഹാബ് തങ്ങൾ വരുന്നുണ്ട് എന്നുള്ള വിവരം. അന്ന് ഫോണില്ലാത്ത കാലത്ത് അന്ന് ഏതോ ഒരു ബൂത്ത് തുറന്നിട്ട് പിന്നെ ഒരു വണ്ടി വിളിച്ചു പറയേണ്ട താമസം. പരപ്പനങ്ങാടി കടപ്പുറത്തുകാർ മുഴുവൻ തമ്പടിച്ചു. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ആ ആളുകൾക്കിടയിലേക്ക് ഒന്നിരായ മുത്ത് ശിഹാബ് തങ്ങൾ ഇങ്ങനെ വരികയാണ്. ശിഹാബ് തങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അവർക്കതിന് പരിഹാരം കണ്ടു. സമയം നോക്കിയിരുന്നില്ല. അതാണ് ആ കുടുംബം. പിണറായിയുടെ വീടും ഇവരെ വീടും തമ്മിലുള്ള വ്യത്യാസത്തിന് പൂക്കോയ തങ്ങളുള്ള കാലത്ത് 2 കള്ളം കടന്നു. കള്ളന്മാർ ഓട് പൊളിച്ച് കടന്നിട്ട് കടന്നതിന്റെ ശേഷം കൂടെ വന്നു ഒരു പിടുത്തല്ല, ഞാൻ എങ്ങനെ പോണ്ടെന്നൊരു പിടുത്തല്ല, അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. പൂക്കോയ തങ്ങൾക്ക് പാറാവുകാരൻ 2 ചായ കൊടുത്തപ്പോ പൂക്കോയ തങ്ങൾ പറഞ്ഞത്രേ 2 ചായ മേപ്പിട്ടും കൊണ്ടേ കൊടുക്കുന്നു. പാറാവുകാരൻ കോണിപ്പടിക്കാരി ചെന്ന് നോക്കുമ്പോ 2 കള്ളന്മാരിരുന്ന് ഉറങ്ങാൻ. ഓട് പൊളിച്ച് കിടന്ന കള്ളന്മാർക്ക് ചായ കൊടുത്ത വീടാണോ സഖാവേ അത്? എന്നാ നിന്റെ വീട്ടിൽ മര്യാദക്ക് എന്നോ എനിക്ക് ചായ കൊടുക്കുക. ഒഞ്ചിയം ബ്രാഞ്ച് കമ്മിറ്റിക്കാരനെ പുറത്ത്